നമസ്കാരം. ഭാരതത്തിന്റെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് പിറന്നാൾ സുദിനം. 75-ാം വയസ്സിലേക്ക് കടക്കുന്ന നരേന്ദ്രമോദിക്ക് ലോകം മുഴുവൻ പിറന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ തന്റെ പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ലോകത്തിലെ എണ്ണപ്പെട്ട രാഷ്ട്രത്തലവന്മാരടക്കം നരേന്ദ്രമോദിക്ക് പിറന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഭരണാധികാരികളിൽ ഒരാളാണ് നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായി 3-ാം തവണ അധികാരമേറ്റ നരേന്ദ്രമോദി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ തന്നെ ആർക്കും തർക്കമില്ല. 13 വർഷക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ ശേഷമാണ് 2014-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. അത് വളരെ എളുപ്പമുള്ള ഒരു യാത്രയായിരുന്നില്ല. കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി RSS എന്ന മഹാപ്രസ്ഥാനം നൽകിയ കരുത്ത്, ആ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന അച്ചടക്കം, ആ പ്രസ്ഥാനം നൽകിയ ദിശാബോധം, ഏറ്റവും ഉപരിയായി ഭാരതാംബയോടുള്ള ഏറ്റവും കടുത്ത ആ ഒരു ആരാധന, ഇതൊക്കെ ഒരു സ്വയം സേവകരിൽ നിന്ന് നരേന്ദ്രമോദി എന്ന ഒരു രാഷ്ട്ര നേതാവിലേക്ക് അദ്ദേഹത്തെ പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 2014-ൽ പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ കടുത്ത BJP വിശ്വാസികൾ അല്ലെങ്കിൽ BJP അനുഭാവികൾ പോലും ഇതൊരു പുതിയ യുഗപ്പിറവിയാണെന്ന് കരുതി കാണില്ല. പക്ഷേ കാര്യങ്ങൾ മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. 2014 മുതൽ 2019 വരെ സ്ഥിരോത്സാഹിയായ ഒരു നരേന്ദ്രമോദിയാണ് രാജ്യം കണ്ടതെങ്കിൽ 2019 മുതൽ 24 വരെ എത്തുമ്പോഴേക്കും ഇന്ത്യയെ ലോകത്തിന്റെ തലപ്പത്തേക്ക് എത്തിക്കാനുള്ള ഒരു കുതിപ്പായിരുന്നു നരേന്ദ്രമോദി വിഭാവനം ചെയ്തത്. 2024 ശേഷം ചിലപ്പോൾ നരേന്ദ്രമോദി വീണ്ടും BJPയെ നയിക്കാൻ എത്തിയേക്കില്ല എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ നരേന്ദ്രമോദി തന്നെ പിന്നീട് വ്യക്തമാക്കി, 3-ാം തവണയും താൻ തന്നെ BJPയെ നയിക്കും. ഒരിക്കൽ കൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്താനിരിക്കും. അതിന് ചില കാരണങ്ങളുണ്ട്. സാമ്പത്തികമായി, സൈനികമായി, മറ്റു മേഖലകളിൽ ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റണം. നിലവിൽ ഇന്ത്യ ലോകത്തിലെ 4-ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ചൈനയെ അല്ലെങ്കിൽ ജർമ്മനിയെ ഒക്കെ ഇന്ത്യ അധികം വൈകാതെ മറികടക്കും. 2049, 2050 ആകുമ്പോഴേക്കും ഇന്ത്യ ലോകത്തിലെ 1-ാമത്തെയോ 2-ാമത്തെയോ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള എക്കണോമിക് മാഗസീൻസ് ഒക്കെ തന്നെ ഇത് കൃത്യമായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിൽ പോലും നരേന്ദ്രമോദി കൃത്യമായ പങ്ക് വഹിച്ചു. ഏറ്റവും ഒടുവിലായി 75-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം തന്നെയാണ് നരേന്ദ്രമോദിയെ ഏറ്റവും അധികം സന്തോഷവാനാക്കുന്നത്. പഹൽഗാമിൽ ഭീകരന്മാർ ഒളിയിരുന്നു കൊണ്ട് 28 വിനോദസഞ്ചാരികളുടെ ജീവനെടുത്തുവെങ്കിൽ പാകിസ്ഥാനിലെ 11 ഭീകര ക്യാമ്പുകളിൽ, പാകിസ്ഥാനിലെ ഭഗവൽപൂർ അടക്കമുള്ള ഇടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ ക്യാമ്പുകളെയാണ് ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കിയത്. കഴിഞ്ഞ ദിവസം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ഭീകര നേതാവ് പറഞ്ഞിരുന്നു, മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സേന ഛന്ന ഭിന്നമാക്കിയപ്പോൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം ജെയ്ഷെ മുഹമ്മദ് ഇന്ത്യയിലും ശ്രീലങ്കയിലും അടക്കം ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം നടത്തി, തീവ്രവാദ സ്ഫോടനങ്ങൾ നടത്തി. എന്നിട്ടും അതിന് പകരമായി ഇന്ത്യ മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും ഇല്ലാതാക്കിയപ്പോൾ നോക്കി നിൽക്കാൻ മാത്രമേ പാകിസ്ഥാൻ സേനയെ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എത്രമാത്രം തീവ്രമായിരുന്നു ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനിലേക്ക് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമാക്കുകയാണ്. എന്തായാലും 75-ാം പിറന്നാളിന്റെ നിറവിൽ നിൽക്കുന്ന നരേന്ദ്രമോദിക്ക് ലോകമൊന്നാകെ ഇപ്പോൾ ആശംസ അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശത്രുക്കളൊന്നുമില്ലാതെ ലോകത്തിനെ മുഴുവൻ ഒരു കുടക്കീഴിലാക്കുന്ന ഒരു വലിയ സംവിധാനമാണ് നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത്. ലോക ആരാധ്യനായ ഒരു നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. ഒരു കാലത്ത് അന്താരാഷ്ട്ര ഉച്ചകോടികളിലൊക്കെ പോകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരുടെ സ്ഥാനം ഏറ്റവും പുറകിലായിരുന്നുവെങ്കിൽ ഇന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടുന്ന സ്വീകാര്യത തന്നെയാണ്
തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ പവറിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് നമുക്ക് പറയാം. എന്തിനേറെ പറയുന്നു, പല പല വിഷയങ്ങളിൽ പോലും ഇന്ത്യയുടെ നിലപാടിന് ലോകം കാതോർത്തിരിക്കുന്നു. അത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന്റെ വിഷയത്തിലായാലും ഉക്രൈൻ റഷ്യ സംഘർഷത്തിന്റെ വിഷയത്തിലായാലും അന്താരാഷ്ട്ര മറ്റു വിഷയങ്ങളിലായാലും ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു നേതാവിന്റെ വലിപ്പത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണം. എന്തായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യയുടെ യുഗപുരുഷന് 75ാം പിറന്നാൾ ആശംസകൾ.